കഷ്ണം എടുത്ത് നോക്കിയേ അതിൻ്റെ പീസ്. ഒരാളെ ബീഫ് കഴുകാൻ ആ തോട്ടിലേക്ക് പറഞ്ഞയച്ചു. കാണുന്നില്ല ആ വെള്ളത്തിന് ഒഴുകിപ്പോയോ? അല്ലപ്പ നിങ്ങൾ തോട്ടിലേക്ക് കഴുകാൻ പോയിട്ട് എത്ര സമയമായത്? എന്നാ പിന്നെ നീ വന്ന് നോക്കിയാലോ വേണ്ടി ആള് ഒഴുകിപ്പോയോന്ന്. ബീഫാകുമ്പോ നല്ല വൃത്തി കഴുകാണ്ട് വരാൻ കഴിയാ. ഇതാ 5-6 വട്ടം കഴിയുന്നു കേട്ടാ. ജാരിയുടെ വെറുതെ നിൽക്കിയത്. ഞാൻ ആ മീൻ കറി വെച്ചു. അച്ഛൻ ഇത് കൂട്ടുവാ. നീ എന്നാ കോട്ടുവായിരുന്നു മടിയൊരു ലക്ഷണം ഔട്ടായി കോട്ടുവായി. ഇവിടുത്തെ പണിയെല്ലാം കഴിയുമ്പോ മനുഷ്യന്മാർക്ക് ക്ഷീണായി. എനിക്കൊന്നും ഒന്നും കഴിയുന്നില്ല. പനിയായിട്ട് തിന്നിടുന്നു. അച്ഛനോട് പറയല കൈ. അച്ഛനമ്മ കൂട്ടൂലല്ല. പിന്നെന്താ പറഞ്ഞിട്ട് കാര്യം? അച്ഛനമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ ചീത്തയും പറയും ബീഫ് വാങ്ങി പറഞ്ഞിട്ട്. നീ കൂട്ടാൻ പഠിച്ചില്ലേ ഇപ്പം? നീ അന്നൊന്നും കൂട്ടായില്ലല്ല. ഇപ്പൊ അതിന്റെ ടേസ്റ്റ് അറിഞ്ഞാ പിന്നെ നീ കൂട്ടാൻ പഠിച്ചില്ലേ? അതുകൊണ്ട് കുറച്ചൊരു ഇതായി. നീ അച്ഛനമ്മ എന്തായാലും കൂട്ടൂല അവര്. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനിത് കൂട്ടില്ലൊന്നുമില്ല. എന്റെ വീട്ടിൽ ഇത് വെക്കലൊന്നുമില്ല. എന്റെ അച്ഛനമ്മയൊന്നും ഇത് കൂട്ടൂല. ആരും കൂട്ടലില്ല വീട്ടില്. ഇവിടെ വന്നിട്ട് ഈ നാരായണൻ ഇങ്ങനെ ബീഫ് വാങ്ങിയിട്ട് ഇങ്ങനെ വരട്ടിയിട്ടെല്ലാം കാണുമ്പോ ഇങ്ങനെ ഒരു ടേസ്റ്റ് നോക്കിട്ട് അങ്ങനെ 1-2 പ്രാവശ്യം ഞാനൊരു ടേസ്റ്റ് നോക്കിനെ. അങ്ങനെ നന്നായിട്ടൊന്നും കൂട്ടലില്ല. ഒരു 2-3 വർഷം കൂട്ടാം അത്രയില്ല. പിന്നെ എന്റെ ഫ്രണ്ടുക്കള് പറഞ്ഞിട്ടുണ്ട് നീ എന്തിനാ അത് കൂട്ടാത്ത പൊട്ടത്തീന്നെല്ലാം പറയും. എന്നിട്ട് ഞാൻ പറയാണ് എനക്ക് ഒക്കുന്നില്ല. എന്നിട്ട് ഓള് പറയും കൂട്ടി നോക്കുന്നെല്ലാം പറയും. ഒരിക്കൽ കൂട്ടിയ പിന്നെ നീ വിടൂലണേന്നെല്ലാം പറയും. എന്റെ കോഴിയൊന്നെല്ലാം കൂട്ടണ്ട് എന്നെല്ലാം പറയും. അങ്ങനെ ഞാനൊരിക്കൽ ഈ നാരായണൻ എല്ലാരും നിർബന്ധിച്ചേരാം, പിള്ളേരെല്ലാരും നിർബന്ധിച്ചേരാം കൂട്ടി നോക്കിയതാണ്. അങ്ങനെ പിന്നെ ടേസ്റ്റ് നല്ല ടേസ്റ്റ് തന്നെ. എന്നാ ഇതാക്കുന്നത് വരട്ടേന്ന് കറിയാക്കുന്നു. പറ്റപ്പറ്റ ചാറില്ല കുക്കറിലാക്കുന്നത്. കുക്കറിലാക്കുന്നത് കുറച്ച് പച്ച വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. സമയം കുറച്ച് വൈകിപ്പോയി. അപ്പോൾ ഇതിലേക്ക് ചേർക്കുന്ന ചേരുവകൾ നമ്മുടെ സവാള കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് അല്ലേ. പിന്നെ 2 ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്. 2-3-4 പച്ചമുളക് കീറിയത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതുണ്ട്. കറിവേപ്പില. നമ്മുടെ ബീഫ് ഇവിടെ കഴുകി വൃത്തി വെച്ചിട്ടുണ്ട്. ആദ്യം നമ്മുടെ ബീഫ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. നല്ല പുറത്തൊക്കെ പോകുന്നു. കാറ്റുണ്ടാ? അടുത്ത നമ്മുടെ മുളക് പൊടി മിക്സ് ആണ്. കാശ്മീരി മാറ്റിയത്. കുറച്ച് മല്ലിപ്പൊടി ഇട്. കുറച്ച് ഗരം മസാല മതി. തക്കാളി പച്ചമുളക് ഇതെല്ലാം ഇട്ട് കൊടുക്കുക. എല്ലാം ഇട്ടോ. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കുറച്ച് കറിവേപ്പില കറിവേപ്പില പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നന്നായി ഒന്ന് പെരക്കി എടുക്കണം. എന്നാൽ പെരക്കിക്കോ. ഞാൻ പെരക്കണ മസാലയും നമ്മുടെ എല്ലാം കൂടി മിക്സ് ആവട്ടെ.
അപ്പോൾ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ ഒന്നര കുഴച്ച് തിരുമ്മിയെടുക്കൽ അല്ലേ, അങ്ങനെയും പറയും. തിരുമ്മിയെടുക്കുക നമ്മളിങ്ങനെ കുഴച്ചെടുക്കുന്ന അമ്മ പറയൽ. ഓരോരു നാട്ടിൻപുറത്ത് ഓരോരു സംസാര രീതി. ചൂട് ഒഴിച്ചു കൊടുക്കട്ടെ. ചൂടുണ്ടാക്കോ ഞാൻ വെച്ചു കൈക്കോയിക്കട്ടെ. ഇപ്പം മതിയാ? ഒരു 3/4 ഗ്ലാസ് കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അടച്ചോട്ടെ. സ്വർഗങ്ങൾ സ്വപ്നം കാണും മണ്ണിൽ മണിയിൽ വിടരും നേരം. മീൻകറിയാ? മീൻകറി കൊണ്ട് എന്താ പിന്നെ വേഗം കൊണ്ട് കൊടുത്തിട്ടോ. പറഞ്ഞേക്കല്ലേ പറയാനൊന്നും വേണ്ട, അച്ഛനമ്മ ചീത്ത പറയും. വേഗം കൊണ്ട് കൊടുത്തിട്ടാന്ന് പറയാനൊന്നും വേണ്ട, ചീത്ത പറയുന്നത് കേൾക്കാൻ കഴിയില്ല. വേഗം കൊണ്ട് കൊടുത്തിട്ട് വാ. അപ്പം നമ്മുടെ കുക്കറിൻ്റെ മൂടി തുറന്നിട്ടുണ്ട്. അപ്പം നമ്മളെ ബീഫിൽ നല്ല വൃത്തി ബന്ധിട്ടുണ്ട്. ഇതിലേക്ക് എന്നാൽ ഇനി കുറച്ച് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ടേ. കുരുമുളക് നമ്മൾ എടുത്ത കുരുമുളക് തന്നെയാണ്. എല്ലാം ഇളക്കി യോജിപ്പിക്കുക. വെറ്റാനുണ്ട് അല്ലേ, ചാറ് കുറച്ചുകൂടെ വെറ്റാനുണ്ട്. അപ്പോൾ ആ കുരുമുളക് കിടന്നിട്ട് ഒന്നുകൂടെ പോകും കേട്ടോ. കുറച്ച് ഉപ്പ് കുറവാണ്, കുറച്ച് ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ, 1 സ്പൂൺ കൂടി. ഓക്കെ ഓക്കെ അങ്ങനെ നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ടേ. കുക്കർ ബീഫ് കറി അല്ലേ റെഡി ആയിട്ടുണ്ട്. ഈ കറിവേപ്പിനെ കൂടെ ഒന്ന് ചെറുങ്ങനെ ചൂടാവട്ടെ കേട്ടോ, എന്നിട്ട് കഴിക്കാം. ചോറെടുക്ക്, വിശക്കുന്ന എന്നാൽ പിന്നെ ബീഫ് കറി കൂട്ടിയിട്ട് ചോറ് കഴിക്കട്ടെ. ഇലയില കഴിക്കുന്നേ. അപ്പോൾ ചോറ് കുറച്ചിട്ടാൽ മതി. ചോറ് കഴിക്കുക കുറച്ചിനി ഉപ്പേരിയാക്കിനി. വേറെ മണങ്ങ കറിയുണ്ട്, തേങ്ങ അരച്ച് വെച്ചാണ്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ നമ്മുടെ ബീഫ് കറി. ഇളക്കി വെപ്പിക്കത് ഇതാ. ഇപ്പം നല്ല കുറുകിയല്ലേ. കുറച്ച് കോരി ഇട്ടോ, കുറച്ച് മതി. ഇതെടുത്തേക്കിട് ചാറ് വയ്ക്കല്ലേ. ചാറ് മതി കണ്ട. നീ എടുത്തോ. നഷു കൂടി ഉണ്ടായി. നഷു കുറച്ച് നേരത്തെ ടേസ്റ്റ് നോക്കി, അതുകൊണ്ട് നഷു ഇപ്പം വേണ്ട പറഞ്ഞു, പിന്നെ കഴിക്കാൻ പറഞ്ഞു. ഇനി അപ്പുറത്തെ വൈകിക്കെല്ലാം കൊണ്ട് കൊടുക്കണം അത്രേ അല്ലേ. വൈകിക്ക് ഇനി രാത്രി കൊടുക്കുക. വൈകി നമ്മളും സ്കൂൾ പോയിട്ടായില്ല കേട്ടാ. ഇത് ആദ്യം ലത അതിന് ചാറാ ചോറിലൊന്നും കുഴക്ക്. രസമുള്ള കറി അല്ല തന്നെ. ഒരു കഷ്ണം എടുത്ത് നോക്കിയേ. ചൂടുണ്ടാ? ആ ചോറിൽ ആ കഷ്ണം ഇങ്ങനെ കുഴക്ക്. ഇത് ആ ചാറും ഇത് ചോറും ഇതുണ്ട്. ഇങ്ങോട്ട് നോക്കി പറയും. അടിപൊളി തന്നെ. എൻ്റെ വായന്ന് വെള്ളം വരുന്നുണ്ട്. എന്നാൽ പിന്നെ ഞാൻ കഴിക്കാം. ആദ്യം എൻ്റെ ചാറ് അതാ പറഞ്ഞ പോലെ നല്ല ചൂടുണ്ട് കേട്ടോ. ഇപ്പം ആക്കിയതല്ലേ. കറി സൂപ്പർ കേട്ടോ, ഒന്നും പറയാനില്ല. അതതിൻ്റെ പീസ് നല്ല വൃത്തി വന്നിട്ടുമുണ്ട്. എളുപ്പമാണ് കേട്ടോ കുക്കറിൽ, പെട്ടെന്നാവും. എത്ര വിസിലാണ്? 7 വിസിലാണ്.
ഒരു 7 വിസിൽ അടുപ്പിച്ചിന്. പയറ്റുമ്പാൾ ബീഫ് ചാറിലൊക്കെ ഇടുക, കുറച്ച് പയറ്റുമ്പാൾ എല്ലാം മിക്സ് ആക്കുക. അവിടേക്ക് ഒരു ബീഫിൻ്റെ കഷ്ണം. നല്ല ടേസ്റ്റാണ് കേട്ടോ, അടിപൊളി. ഇന്ന് ചോറ് കുറച്ചും കൂടെ വാങ്ങണ്ടേ കേട്ടോ. ചോറ് കുറച്ചിനി, പക്ഷെ ഇങ്ങനത്തെ കറി ഉണ്ടാകുമ്പോൾ ചോറ് കുറച്ച് വാങ്ങിപ്പോകാൻ അറിയാൻ പറ്റും. ഇന്ന് മണങ്ങോടുന്ന ഒരു മിസ്സില്ല. ബീഫ് കറി ഉണ്ടായതുകൊണ്ട് എന്നാലും കുറച്ചെടുക്കാം. പക്ഷെ അതിൻ്റെ ചാറ് വെച്ചോ, തേങ്ങാച്ചാണ്. എന്നാ പിന്നെ ഞാൻ ആസ്വദിച്ച് കഴിക്കട്ടോ കേട്ടോ.